എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇത് നമുക്ക് ഓറിയോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6-7 ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര, പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റെല്ലാം ഒന്ന് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6-7 എണ്ണം എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒരു 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പാല് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് തിക്കാക്കിയെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐസ് ആഡ് ചെയ്യേണ്ടതില്ല. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, ഐസ്ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതൊന്നും ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ് എടുത്ത് നമുക്കിതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ സിറപ്പ് ഒന്ന് സെറ്റായിട്ട് ഇരിക്കും. സിറപ്പില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഷേക്ക് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഷേക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റായിട്ടിരിക്കും. ഞാൻ ഇന്നിവിടെ ആഡ് ചെയ്തത് വാനില ഐസ്ക്രീമാണ്. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തത് ക്രീമില്ലാത്ത സൈഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചതാണ്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിറപ്പ് കൂടെ ഒഴിക്കാം. നമുക്ക് ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യാം, ചെറി ഉണ്ടെങ്കിൽ ചെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം എല്ലാവരും ഈ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഷേക്കാണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.